Hi students, welcome back. Today we discuss density of unit cell. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? What is the definition of density? Is equal to mass by volume. Okay. If atomic mass of the element, നമ്മൾ atomic mass m ആയിട്ട് എടുക്കുകയെന്ന് സപ്പോസ് ചെയ്യാം. Atomic mass m. അപ്പം മാസ് ഓഫ് 1 മോൾ ആറ്റം, അതായത് നമുക്ക് 1 മോൾ ആറ്റത്തിൻ്റെ മാസ്, നമ്മളതിനെ മോളാർ മാസ് എന്ന് പറയാറുണ്ട് അല്ലേ. 1 മോൾ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ എങ്ങനെയായിരുന്നു അത് എക്സ്പ്രസ് ചെയ്തത്? നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, വെരി ഗുഡ്. m ഗ്രാം എന്നാണ് അല്ലേ. ഇനി മാസ് ഓഫ് 1 ആറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഓഫ് 1 ആറ്റം, ഒരാറ്റത്തിൻ്റെ മാസ് എങ്ങനെയാണ്? ഓക്കെ, വെരി ഗുഡ്. m ഡിവൈഡഡ് ബൈ na. എന്താണ് na? അവഗാഡ്രോ നമ്പർ. അതായത് ഗ്രാം ആറ്റോമിക് മാസിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് ഓഫ് 1 ആറ്റം കിട്ടും. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെല്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z എന്നുള്ള സിമ്പിളാണ്. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ക്യൂബിക്കിൽ Z വാല്യൂ എത്രയായിരുന്നു? സിമ്പിൾ ക്യൂബിക്കിൽ Z ഇസ് ഈക്വൽ ടു 1. BCCയിൽ എത്രയായിരുന്നു Z വാല്യൂ? BCCയിൽ ഓർക്കുന്നുണ്ടോ? Z ഇസ് ഈക്വൽ ടു 2. FCCയിൽ Z വാല്യൂ എത്രയാണ്? 4. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. ഇനി മാസ് ഓഫ് യൂണിറ്റ് സെൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മാസ് ഓഫ് 1 ആറ്റം ആണിത്. എത്ര ആറ്റംസ് നമുക്ക് ഉണ്ടാവും? Z ആറ്റംസ് ഉണ്ട് അല്ലേ. ഒരു പെർ യൂണിറ്റ് സെല്ലിൽ Z ആറ്റം. അപ്പം എങ്ങനെ വരും? Z ഇൻറ്റു m ഡിവൈഡ് ബൈ na. ഓക്കെ, വോളിയം ഓഫ് യൂണിറ്റ് സെൽ എത്രയാണ്? വോളിയം നമുക്കറിയാം എ ക്യൂബ്. എ എന്തായിരുന്നു? എ എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്. എഡ്ജ് ലെങ്ത്. ഓക്കെ, എഡ്ജ് ലെങ്ത്. പിന്നെ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പം മാസ് ബൈ വോളിയത്തിന് മാസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോളിയം ഇതാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Zm ബൈ Na. പിന്നെ എന്താ? വോളിയം എ ക്യൂബ്. അതാണ് ഡെൻസിറ്റി. D is equal to Zm ഡിവൈഡഡ് ബൈ എ ക്യൂബ് Na or Na ക്യൂബ്. ഡെൻസിറ്റി D is equal to Zm ഡിവൈഡഡ് ബൈ എ ക്യൂബ് Na. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല. ജസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇക്വേഷൻ എന്തായിരുന്നു? Zm ഡിവൈഡഡ് ബൈ എ ക്യൂബ് Na. അപ്പൊ നമുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ചെയ്തുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, എ ഫേസ് സെന്റേഡ് ക്യൂബിക് എലമെന്റ് വിത്ത് മോളാർ മാസ് ഓഫ് 60 gram per mole has a cell edge of 400 picometer and X-ray studies of its crystal show that the edge length is of 400 picometer. Given data, Na is equal to 6.023 into 10⁻23 per mole. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആരും ഞെട്ടണ്ട, വളരെ സിമ്പിളാണ്. ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ, പക്ഷേ ആൻസർ ഈസ് വെരി സിമ്പിൾ. അപ്പം നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നിരിക്കുന്ന ഡാറ്റകൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് മോളാർ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് തന്ന എല്ലാ ഡാറ്റാസും നമ്മൾ ആദ്യം എഴുതി വെക്കണം. മോളാർ മാസ് ഈക്വൽ ടു 60 gram per mole ആണ്. അടുത്തത് എന്താ ഡാറ്റ തന്നിരിക്കുന്നത്? എഡ്ജ് ഓഫ് 400 picometer. ഇത് നിങ്ങൾ കേൾക്കേണ്ടതാകെ എഡ്ജ് ലെങ്ത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 400 picometer ആണ് എഡ്ജ് ലെങ്ത്. എന്താണ്? A is equal to 400 picometer. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പൈക്കോമീറ്റർ എന്ന് പറയുമ്പം അതിനെ നമ്മൾ
മീറ്ററിലേക്കോ സെൻറ്റിമീറ്ററിലേക്കോ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 1 പൈക്കോമീറ്റർ ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞേ? വെരി ഗുഡ്, 10⁻⁻10 സെൻറ്റിമീറ്റർ. 1 പൈക്കോമീറ്റർ ഈക്വൽ ടു എത്ര മീറ്റർ ആണ്? 10⁻12 മീറ്റർ. അപ്പോൾ ഈ കൺവേർഷൻസ് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ 400 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഏതാ ഡാറ്റ തന്നിരിക്കുന്നത്? NA തന്നിട്ടുണ്ടല്ലേ, അവഗാഡ്രോ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 6.023 ഇൻറ്റു 10⁻23 പെർ മോൾ. ഓക്കെ, ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്താ കാണേണ്ടത്? ഫേസ് സെൻറ്റേഡ് ക്യൂബിക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അതും കൂടി നോക്കാം. ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കിൽ പറയുമ്പോൾ എന്താണ്? ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കിൽ Z വാല്യൂ എത്രയാണ്? എഫ് സി സിയിൽ Z വാല്യൂ എത്രയായിരിക്കും പറഞ്ഞേ? വെരി ഗുഡ്, 4. ഓക്കെ, ഇനി നമുക്കത് വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എന്തായാലും നമ്മളെ ഇക്വേഷൻ ഡെൻസിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താ നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിക്കൂ. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് ഡെൻസിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ ഫോർമുല എന്തായിരുന്നു? D is equal to ZM A ക്യൂബ്, നമ്മൾ പഠിച്ചതാണല്ലേ, A ക്യൂബ് NA. ഓക്കെ, എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. Z വാല്യൂ 4, M എത്രയാണ്? 60 gram per mole, ഹോൾ ഡിവൈഡഡ് ബൈ A ക്യൂബിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തായിട്ടുണ്ട്? 400 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ ഓൾ ക്യൂബ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ നമ്മൾ തന്നതാണ് 6.023 ഇൻറ്റു 10⁻23. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എത്രയാണ് കിട്ടുക? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് വാല്യൂ ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.23 gram per centimeter ക്യൂബാണ് കിട്ടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡെൻസിറ്റി ഓഫ് KBr ഈസ് 2.75 gram per centimeter cube. The edge length of the unit cell is 654 picometer. Predict the type of cubic lattice to which unit cell of potassium bromide belongs. The given constants are Na തന്നിട്ടുണ്ട് 6.02 ഇൻറ്റു 10⁻23 പെർ മോൾ. അറ്റോമിക് മാസ് പൊട്ടാസ്യവും ബ്രോമിനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പ്രെഡിക്റ്റ് ദി ടൈപ്പ് ഓഫ് ക്യൂബിക് ലാറ്റീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡാറ്റകൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. അപ്പോൾ ഞാൻ അത് വേറൊരു പേപ്പറിലേക്ക് എഴുതാം. ഇപ്പോൾ ഡെൻസിറ്റി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഡെൻസിറ്റി D is equal to 2.75 gram per centimeter cube. ഓക്കെ, ഇനി എഡ്ജ് ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 654 പൈക്കോമീറ്റർ ആണല്ലേ. എഡ്ജ് ലെങ്ത് A is equal to 654 പൈക്കോമീറ്റർ. നേരത്തെ പറഞ്ഞ പോലെ 654 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് മോളാർ മാസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. മോളാർ മാസ് KBr എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പൊട്ടാസ്യത്തിൻ്റെ മോളാർ മാസ് 39 + 80. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 119 gram per മോളാണ് കിട്ടുന്നത്. ഓക്കെ, അവഗാഡ്രോ നമ്പേഴ്സും തന്നിട്ടുണ്ട്. Na is equal to 6.023 ഇൻറ്റു 10⁻23 പെർ മോൾ അല്ലേ. ഇനി നമുക്ക് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? Z വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. നമുക്കൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സെൻറ്റേഡ് ആണോ ഫേസ് സെൻറ്റേഡ് ആണോ ഈ കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് Z വാല്യൂ കിട്ടണം. അപ്പോൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, അതായത് Z കാൽക്കുലേറ്റ് ചെയ്താൽ ദ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഒന്നോർത്ത് പറഞ്ഞേ. ഓക്കെ, പറയൂ, വേഗം പറഞ്ഞേ. D is equal to ZM by
Na cube. ഓക്കെ, ഇപ്പം Z ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Z ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ വരും? ഇതിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ D ഇൻറ്റു Na cube ഹോൾ ഡിവൈഡഡ് ബൈ M. ഇപ്പോൾ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D വാല്യൂ ഡെൻസിറ്റി 2.75 gram per centimeter cube. Na 6.023 into 10 raised to 23 into A value A cube. എത്ര കിട്ടി? 654 into 10 raised to minus 10 centimeter all cube. സെൻറ്റിമീറ്റർ ഒന്നും കൂടി ഉണ്ട്. 654 into 10 raised to minus 10 ആണ് എഴുതിയിരിക്കുന്നത്. ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എം. എം എത്രയാണ്? മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 119 gram per mole. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ നല്ല മിടുക്കറായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ എത്രയാണ് കിട്ടുകയെന്നറിയോ? 3.89 ആണ്. 3.89. ദാറ്റ് ഈസ് സെഡ് വാല്യൂ ആണ് 3 ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് 4 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം 4 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് ഓർമ്മയിൽ വേണം? ഏതാണ് യൂണിറ്റ് സെല്ല്? സിമ്പിൾ ആണോ, BCC ആണോ, FCC ആണോ എന്ന് പറഞ്ഞേ? 4 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ല് 4 വന്നാൽ ഓക്കെ, വെരി ഗുഡ്. അപ്പം KBr ക്രിസ്റ്റൽ ഏത് ടൈപ്പാണ്? FCC അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ? FCC അറേഞ്ച്മെൻറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ. എൻ എലമെന്റ് X വിത്ത് atomic mass 60 gram per mole has the density of 6.23 gram per centimeter cube. If the edge length of the unit cell 400 picometer, identify the type of unit cell. അപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ. അപ്പോൾ ഈ മോഡൽ നമ്മളിപ്പോൾ ചെയ്തതല്ലേ? ഓൾസോ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി radius of the atom of the element. Radius of the atom of element ആണ് കാൽക്കുലേറ്റ്. അപ്പോൾ 2 ടൈപ്പ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ പോലെ തന്നെ നിങ്ങൾ ഡെൻസിറ്റി സെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗിവൻ ഡാറ്റ ഏതൊക്കെയാണ്? അറ്റോമിക് മാസ് എക്സിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? അറ്റോമിക് മാസ് എക്സിൻ്റെത് എത്രയാണ് തന്നിരിക്കുന്നത്? എം ആണ്, അതായത് 60 gram per mole. ഓക്കെ, ഇനി ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി D is equal to 6.23 gram per centimeter cube. Edge length A is equal to 400 picometer. As usual, we converted into centimeter. That is minus 10 into ചെയ്യണം സെൻറ്റിമീറ്റർ. അവഗാഡ്രോ നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ? 6.023 into 10 raised to 23 per mole. ഇപ്പോൾ യൂണിറ്റുകളൊക്കെ കട്ട് ചെയ്ത് പോകും, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തായിരുന്നു? Z ആണ്. ആ ഇക്വേഷനിൽ നമ്മൾ സെഡിനെ മാറ്റി എഴുതിയാൽ D നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. DA cube Na divided by M. ഓക്കെ, ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ A cube Na. ഓക്കെ, ഇനി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിയുടെ സ്ഥാനത്ത് 6.23 gram per centimeter cube. A ക്യൂബിൻ്റെ സ്ഥാനത്ത് 400 into 10 raised to minus 10 centimeter all cube. Na into Avogadro number 6.023 into 10 raised to 23 whole divided by molecular mass 60 gram per mole. ഇപ്പോൾ ഈ യൂണിറ്റുകളൊക്കെ കട്ട് ചെയ്ത് പോകും. സോ Z is equal to എത്ര കിട്ടുമെന്ന് അറിയാം? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Z is equal to 4. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റീസ് എന്തായിരിക്കും? ഏത് അറേഞ്ച്മെൻ്റ് ആയിരിക്കും പെർ യൂണിറ്റ്സ്? അപ്പോൾ Z is equal to 4 ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 4 ആണെങ്കിൽ ഏത് അറേഞ്ച്മെൻ്റ് ആയിരുന്നു? ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് സെയിം BCC അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട്, ഒരു പാർട്ടായിട്ടേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് എന്താണ്?
ഓൾസോ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി ആറ്റം. റേഡിയസും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അതിൽ നമ്മൾ വീഡിയോ 8ലാണ് റേഡിയസ് കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ BCCയിലെ റേഡിയസ് എന്തായിരുന്നു? ഓർത്ത് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. റേഡിയസ് A is equal to A/2√2. ഇനി നമ്മൾ എന്റെ സ്ഥാനത്ത് 400 × 10⁻⁻10 സെൻറ്റിമീറ്റർ 2√2. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 141.1 പൈക്കോമീറ്റർ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The density of face-centered cubic element with atomic mass of 60.2 gram per mole is 6.25 gram per centimeter cube. അതായത് ഡെൻസിറ്റി 6.25 gram per centimeter cube. കാൽക്കുലേറ്റ് എഡ്ജ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓഫ് ദി യൂണിറ്റ് സെൽ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, അവഗാഡ്രോ നമ്പർ അറിയാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാം. സെയിം ഫോർമുല വെച്ചിട്ട് നമുക്ക് ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Z വാല്യൂ എന്താണെന്ന് അറിയാം. അപ്പോൾ യൂസിങ് ദി ഫോർമുല നിങ്ങൾ ഈ പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് കേട്ടോ, ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് മിടുക്കരായിട്ട് ചെയ്യാം. ഓക്കെ.